ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ പുന്നക്കലിന്റെ കലാസൃഷ്ടികൾ മണിപത്മം പുസ്തക പ്രകാശനം ഞായറാഴ്ച നടക്കുമെന്ന് കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൈതന്യ വായനശാല ഭാരവാഹികൾ അറിയിച്ചു. കേരളീയ പാരമ്പര്യ ചുമർചിത്രകലാ രചനയിൽ കേരളത്തിനകത്തും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളുൾപ്പെടെ തന്റേതായ ശൈലിയിലൂടെ ഒരു നവീന കലാസരണിക്ക് ഏറെ ശ്രദ്ധേയമായി സംഭാവന നൽകിയ ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി പി സുരേന്ദ്രൻ രചിച്ച മണിപത്മം എന്ന പുസ്തകമാണ് ഞായറാഴ്ച പ്രകാശനം നടത്തുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രമുഖൻ, ചിത്രകലാ ആസ്വാദകൻ, വിമർശകനുമായ പി സുരേന്ദ്രനാണ് മണിപത്മം പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പുറത്തിറക്കുന്ന മൂന്നാമത്തെ കലാപഠന ഗ്രന്ഥമാണിത്. ഒരു വർഷത്തോളം കലാകാരന്റെ രചനകൾക്കൊപ്പം യാത്ര ചെയ്താണ് എഴുത്തുകാരൻ പി സുരേന്ദ്രൻ പുസ്തകം എഴുതിയത്. ഇതിനു മുമ്പ് 2 കലാപഠന ഗ്രന്ഥങ്ങൾ ഇന്ത്യയിലെ ചിത്രകലയെ അദ്വിതീയനായ എ രാമചന്ദ്രന്റെ കലാജീവിതത്തെക്കുറിച്ചും യൂസഫ് അറക്കലിന്റെ കലാസൃഷ്ടികളെക്കുറിച്ചും വെളിച്ചത്തിന്റെ പര്യായങ്ങൾ, രാമചന്ദ്രന്റെ കല എന്നിങ്ങനെ 2 ഗ്രന്ഥങ്ങൾ സുരേന്ദ്രൻ രചിച്ചിട്ടുണ്ട്. മണികണ്ഠന്റെ കലാസൃഷ്ടികളെ കുറിച്ച് വിജയകുമാർ മേനോൻ മാഷ് ഇംഗ്ലീഷിൽ രചിച്ച ട്രഡീഷൻ ആൻഡ് മീഡിയം എന്ന പുസ്തകം 2 വർഷം മുമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർച്ച് 9 ഞായറാഴ്ച വൈകിട്ട് 5-ന് വടക്കാഞ്ചേരി നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ വായനശാലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ് കലാകാരനായ ഡോക്ടർ സദനം ഹരികുമാറിനെ പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും. ചടങ്ങിൽ കലാനിരൂപകൻ ഷാജി നെല്ലായി വിശിഷ്ടാതിഥിയും സംഗീതജ്ഞനായ ഇ ജയകൃഷ്ണൻ മുഖ്യ അതിഥിയുമായിരിക്കും. സതീഷ് കുമാർ പുസ്തകാവതരണം നടത്തും. ചാലിശ്ശേരി കവക്കോട് പുന്നക്കൽ വിശ്വനാഥ് നായർ മത്സര ദമ്പതിമാരിൽ 2 മക്കൾ ഇളയവനാണ് മണികണ്ഠൻ പുന്നക്കൽ. കേരളത്തിലെ ഏറ്റവും വലിയ വട്ടം ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ, എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ മദ്ബഹായിലെ സ്നേഹത്തിന്റെ സന്ദേശവാഹകരായ മാലാകമാരുടെ ആലേഖനം ചെയ്ത ചിത്രങ്ങൾ, ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ പുനഃസൃഷ്ടി, കേരളത്തിലെ സാഹിത്യ ലോകത്തെ നവീനതയുടെ മുഖ്യ വക്താവായ ഒ വി വിജയന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച പാലക്കാട് ഗസാക് സ്മാരക കവാടം, ആസാമിലെ സെക്രട്ടേറിയറ്റ് കവാടം, ആലപ്പുഴയിലെ വയലാർ രാമവർമ്മ സ്മാരകം എന്നിവ ഇദ്ദേഹത്തെ പ്രസിദ്ധനാക്കി. 2010 ഇറ്റലി കേന്ദ്രീകരിച്ച് സ്റ്റോർനോയിൽ വെച്ച് നടന്ന സോളോ എക്സിബിഷൻ ഏറെ ശ്രദ്ധയാകർഷിച്ചു. ബെൽജിയം, ഫ്രാൻസ് തുടങ്ങിയ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മണികണ്ഠൻ ചുമർ ചിത്ര പ്രദർശനം നടത്തിയിട്ടുണ്ട്. അടുത്തിടെ സിംഗപ്പൂർ ഗവൺമെന്റ് ക്ഷണം സ്വീകരിച്ച് ഇന്ത്യൻ ഹെറിറ്റേജ് സെന്ററിൽ സെമിനാറും ചിത്ര പ്രദർശനവും നടത്തിയത് പുതിയ കാഴ്ചയായി. ചാലിശ്ശേരി അഭിമാനമായ കലാകാരനെ കുറിച്ച് ആദ്യം ഇംഗ്ലീഷിലും ഇപ്പോൾ മലയാളത്തിലും കലാരചനകൾ കലാപഠന ഗ്രന്ഥവുമായി പുറത്തിറങ്ങുന്നുവെന്ന അപൂർവതയും മണികണ്ഠൻ പുന്നക്കലിന് സ്വന്തമാണ്. വാർത്താ സമ്മേളനത്തിൽ പെരുമണ്ണൂർ EPN ചൈതന്യ വായനശാല പ്രസിഡന്റ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി EK മണികണ്ഠൻ, സാംസ്കാരിക പ്രവർത്തകൻ ഗോപിനാഥ് പാലഞ്ചേരി, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരിയുടെ ചരിത്രവുമായിട്ട് ബന്ധമുള്ളതാണ്. 18 കവികളിലെ ഏറ്റവും സുപ്രധാന കവിയായിരുന്ന ദാമോദര ഭട്ടതിരി എന്ന കാക്കശ്ശേരി ഭട്ടതിരി ജനിച്ചു വളർന്ന നാട്, മലയാളികളുടെ അഭിമാനം കാത്ത വ്യക്തികളുടെ ഏറ്റവും ആദ്യം പരാമർശിക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെ ക്ലാസിക്കൽ കലകളിലും ഏറ്റവും പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് ചാലിശ്ശേരി. ശ്രീ മണികണ്ഠൻ പുന്നക്കൽ അദ്ദേഹം ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് അറിയപ്പെടുന്ന, ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു മഹാ കലോപാസകനായിട്ട് പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കലകൾ ഇന്ന് രാജ്യമെമ്പാടും, ഭാരതമെമ്പാടും അദ്ദേഹത്തിൻ്റെ കലകൾ ഇന്ന് വ്യാപകമായിട്ട് സൃഷ്ടിക്കപ്പെട്ട് അത് പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കലാസ്വാദകനായിരിക്കുന്ന, അതേപോലെ തന്നെ ആ കലകളെ നേരിട്ട് ആസ്വദിക്കുന്നതിനും, അതേപോലെ ആ കലകളെക്കുറിച്ച് ഒരു നിരൂപണം നടത്തുന്നതിനും അത് വ്യത്യസ്തമായിരിക്കുന്ന, വിഭിന്നമായിരിക്കുന്ന, വിദൂരമായിരിക്കുന്ന സ്ഥലങ്ങളിലായതിനാൽ പലർക്കും സാധ്യമാകില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ശ്രീ മണികണ്ഠൻ്റെ കലാശില്പങ്ങളെയും അതേപോലെ തന്നെ കലകളെ, ചിത്രരചനയെയും കുറിച്ച് ആധികാരികമായിട്ടുള്ളൊരു പഠനം ഈ രംഗത്തെ ഏറ്റവും പ്രഗത്ഭനായിരിക്കുന്ന പി സുരേന്ദ്രൻ മാഷ് എന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക രചനയിലൂടെ നിർവഹിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് അടുത്ത ഞായറാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി എങ്കക്കാടുള്ളതായിരിക്കുന്ന വായനശാലയിൽ വെച്ച് നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം. മണികണ്ഠൻ പുന്നക്കൽ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ തന്നെ ചിത്രകലയിൽ അനിതര സാധാരണമായിരിക്കുന്ന നൈപുണ്യം പ്രകടിപ്പിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. ചാലിശ്ശേരി ഹൈസ്കൂളിൽ നിന്ന് അന്ന് ഒരേ ഒരു ഇനം മാത്രം കലോത്സവങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് പോയി കഴിഞ്ഞപ്പോൾ ജില്ലയിൽ നിന്നും അതേപോലെ സംസ്ഥാന തലത്തിലും 1ാം സ്ഥാനം നേടിയ കുട്ടിയായിരുന്നു ശ്രീ മണികണ്ഠൻ.
ഒക്കെ ഒതുങ്ങി നിന്നിരുന്ന ചുമർ ചിത്രകലയെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച പ്രതിഭാധനായ ഒരു ചിത്രകാരനാണ് മണികണ്ഠൻ പുന്നക്കൽ. രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ചിത്രകലാ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ രാജ്യത്തിനകത്ത് ഈ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തുകൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ആസാമിലും തസ്രാക്കിലും അതുപോലെ രാജ്യത്തിൻ്റെ ഒറീസയിലും വിവിധ സ്ഥലങ്ങളിൽ ഒട്ടനവധി ശില്പങ്ങൾ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ചിത്രകാരനായി അറിയപ്പെടുന്ന ഒരാളാണ് മണികണ്ഠൻ. ചാലിശ്ശേരിക്കാർ വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഈ എന്താണ് മണികണ്ഠൻ എന്നതിൻ്റെ 1000-1 അംശം മാത്രമേ ചാലിശ്ശേരിക്കാർക്ക് അറിയുള്ളൂ. അതിനേക്കാൾ വലിയ എത്രയോ വലിപ്പത്തിലുള്ള പടർന്ന് പന്തലിച്ചിട്ടുള്ള ഒരു വലിയ വടവൃക്ഷം പോലെയാണ് മണികണ്ഠൻ എന്ന ചിത്രകലാകാരൻ. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഈ സംഭവം നടക്കുന്നത് തന്നെ, ഈ പരിപാടി വടക്കാഞ്ചേരിയിൽ വെച്ച് തന്നെ അവിടെ നിറച്ചാർത്ത് എന്ന പേരിൽ നിരവധി വർഷങ്ങളായി ചിത്രകലാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. അതിൻ്റെ ക്യൂറേറ്ററായിട്ടൊക്കെ നിരവധി ക്യാമ്പുകൾ മണികണ്ഠൻ ക്യൂറേറ്ററായിട്ട് അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വടക്കാഞ്ചേരിയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. വടക്കാഞ്ചേരി എങ്കക്കാട് നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയാണ്. നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഗ്രാമമില്ല. ചിത്രകലയ്ക്ക് വേണ്ടി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കൂട്ടം 10 വർഷമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചിത്രകല നാഷണൽ ലെവലിൽ നടത്തപ്പെടുന്ന ഒരു ചിത്രകല കൂട്ടായ്മയാണ് നിറച്ചാർത്ത്. അപ്പോൾ ആ നിറച്ചാർത്ത് ഗ്രൂപ്പാണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ചിത്രകാരന്മാരും ചിത്രകലാ വിദ്യാർത്ഥികൾക്കും ഉപയോഗം, അവർക്കെല്ലാവർക്കും അതിൻ്റെ ഒരു തിരിച്ചറിവ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ബുക്കിൻ്റെ ഒരു പ്രകാശനം നടത്തുന്നത്.